നമസ്കാരം. ആൻസർ പ്ലീസിലേക്ക് സ്വാഗതം. ഇക്കുറി തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ നേതാവ് ആരാണ് കേരളത്തിൽ? ഉത്തരം ഒന്നേയുള്ളൂ, കെ സുധാകരൻ. കെ സുധാകരൻ എം പി മനസ്സ് തുറക്കുകയാണ്. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഞാൻ കെ എസിൻ്റെ മുഖത്തെക്കുറിച്ചാണ് ആദ്യം ചോദിക്കുന്നത്. താങ്കൾ ഇപ്പോഴും കോൺഫിഡൻ്റ് ആണ്, ഭയങ്കര ശാന്തനാണ്. എങ്ങനെയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇത് സാധിക്കുന്നത്? പ്രശ്നത്തെക്കുറിച്ചുള്ളൊരു മനക്കരുത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അസ്തിത്വം. ഒന്നിൻ്റെ മുമ്പിലും വറിയിടാകാറില്ല, ഒന്നിൻ്റെ മുമ്പിലും തീഷ്ണമായ ചിന്തയും ഉണ്ടാകാറില്ല. സമാധാനപരമായി ഒരു വിഷയത്തെ നോക്കാനും വിലയിരുത്താനും അതിനനുസരിച്ച് അതിന് മറുപടി കൊടുക്കാനും അതിന് ഉത്തരം പറയാനും ഒക്കെ സാധിക്കുന്ന ഒരു മനസ്സാന്നിധ്യം എൻ്റെ പൊതു സ്വത്താണ്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു ഭയപ്പാടും ആശങ്കയുമില്ല. ആരുടെ മുമ്പിലും കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്കൊരു വേവലാതിയില്ല. എല്ലാ പ്രശ്നങ്ങളും സമാധാനത്തോടെ ആലോചിച്ച് അതിന് മറുപടി പറയുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. പക്ഷേ സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയത്തിൽ ഏറ്റവും റിസ്ക് എടുത്ത് പ്രവർത്തിച്ച നേതാക്കളിൽ ഒരാളാണ് താങ്കൾ. കോൺഗ്രസിലായാലും മറ്റു പാർട്ടികളിലായാലും നമ്മൾ കേരളത്തിലെ നേതാക്കളെ ഒരു എണ്ണിയെടുത്താൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത, ജീവന് പോലും റിസ്ക് എടുത്ത ഒരു നേതാവാണ്. അങ്ങനെയുള്ളൊരു നേതാവിന് സ്വന്തം പാർട്ടിയിൽ നിന്നും ഒരു വലിയ പ്രതിസന്ധി വരുന്നു. ഒരു ഒറ്റപ്പെടുത്തൽ, അല്ലെങ്കിൽ തന്നെ കേൾക്കാൻ നിൽക്കാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ തൻ്റെ വാക്കുകൾക്ക് വിസിബിലിറ്റി നൽകാത്തൊരു സാഹചര്യം, അത് വരുമ്പോൾ മാനസികമായി പതറിപ്പോകില്ലേ? പതറിപ്പോവുകയല്ല വേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വഴിതെറ്റി നേർവഴിക്ക് വരാനുള്ള മാർഗം എന്ത് എന്നാലോചിച്ച് അവിടത്തേക്ക് എത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അത് കണ്ട് വേവലാതി കൊട്ടാൽ അത് പിന്നെ തീർന്നു. എൻ്റെ ഒരു ചിന്ത, എൻ്റെ ഒരു സമർത്ഥമായ ചിന്ത തെറ്റിയാൽ പിന്നെ നമ്മളെല്ലാം ചെതറി. അവിടെ നമ്മൾ സമചിത്തതയോടുകൂടി ആ വിഷയത്തെ നമ്മൾ അപഗ്രഥനം ചെയ്ത് അതിൻ്റെ അകത്ത് പോരായ്മകളുണ്ടെങ്കിൽ പോരായ്മകൾ അത് തിരുത്തി നമ്മളതിന് സാവകാശം പോവുക എന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ചത് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കെ സുധാകരൻ സ്ഥാനാർത്ഥിയാവുമെന്നാണ്. അതെ, കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, മറ്റു പാർട്ടിക്കാരും പ്രതീക്ഷിച്ചത് അങ്ങനെയായിരുന്നു. കണ്ണൂർ മണ്ഡലം UDF തിരിച്ചുപിടിക്കും കെ സുധാകരനിലൂടെ എന്നതായിരുന്നു ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പ്രതീക്ഷിച്ചത്. മാത്രമല്ല, അങ്ങും ഒരു ഘട്ടത്തിൽ കണ്ണൂർ മത്സരിക്കും എന്ന് പറഞ്ഞ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇതാകെ മാറി മറിഞ്ഞു പോയത്? അത് പാർട്ടി തലത്തിലൊരു തീരുമാനം വന്നു. MP-മാരായ ആളുകൾ ആരും അസംബ്ലിയിലേക്ക് മത്സരിക്കേണ്ട. ആ തീരുമാനം അവസാനത്തെ നേതൃത്വത്തിൻ്റെ നിർദ്ദേശമായി മാറിയപ്പോൾ സ്വാഭാവികമായും എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു. പിന്നെ പാർട്ടി തീരുമാനത്തെ ചലഞ്ച് ചെയ്യുക, ചോദ്യം ചെയ്യുക എന്നുള്ളത് എൻ്റെ കീഴ്വഴക്കമല്ല. പാർട്ടിയെ അംഗീകരിച്ചും പാർട്ടിക്ക് വിധേയമായും പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ. AICCയുടെ നേതാക്കന്മാരാണ് ഈ തീരുമാനമെടുക്കുന്നത്. ഓൾ ഇന്ത്യ തലത്തിൽ തീരുമാനമെടുത്ത നേതാക്കന്മാരുടെ തീരുമാനത്തെ അത് വെല്ലുവിളിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് ഒരു പാർട്ടിക്ക് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന തിരിച്ചറിവ് എന്നെ മനപ്രയാസത്തോടുകൂടി അല്ലാതെ തന്നെ നമ്മൾ അതിൻ്റെ തീരുമാനം സ്വീകരിക്കാനുള്ള ഒരു പതനത്തിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. ഈ കേസ് ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങായിരുന്നുവെങ്കിൽ ഒരു മണ്ഡലം സുഖമായി UDFന് തിരിച്ചു പിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത്തരം നേതാക്കളെല്ലാം കേരളത്തിൽ ഭരണം കിട്ടാൻ വേണ്ടിയാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ ഇത്തരം വിജയ സാധ്യതകൾ, വിന്നബിലിറ്റി, ഒരു ഉദാഹരണത്തിന് CPM പോലും അവരുടെ ടേം വ്യവസ്ഥ മാറ്റിവെച്ചു വരാം, കാരണം അവർക്ക് ഭരണ തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഒരു വിന്നബിലിറ്റി ആലോചിക്കേണ്ടതല്ലേ ഇതിൽ? അത് പാർട്ടിയാണ് ചെയ്യേണ്ടത്, ഞാനല്ല. അത് പാർട്ടി ചിന്തിക്കണം. പാർട്ടി ചിന്തിച്ച് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ് ഇപ്പം നിങ്ങളുടെ പ്രതികരിച്ചത്. ആ തീരുമാനം എൻ്റെതല്ല, അത് പാർട്ടി തീരുമാനമാണ്. പാർട്ടി തീരുമാനമെടുത്തില്ലെങ്കിൽ ഞാനല്ല, അതിന് ഉത്തരവാദി പാർട്ടിയാണ്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രവർത്തകർ ആവേശത്തോടുകൂടി ഉയർത്തുന്ന നേതാവ്. ഇപ്പം കരളെ സുധാകര എന്ന് വിളിക്കുന്ന സാധാരണ VS-നൊക്കെ കിട്ടുന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം നമ്മൾ കേൾക്കാറുണ്ട്. കണ്ണൂരിന്റെ പുലിക്കുട്ടി എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ പ്രവർത്തകർ വൈകാരികമായി വിളിക്കുന്ന ഒരു നേതാവിന് നേതൃത്വത്തിൽ നിന്നും ഇങ്ങനെ ഒരു അവഗണന ഉണ്ടായാൽ, ഒരാഹ്വാനവും ഇല്ലാതെ തന്നെ പ്രവർത്തകർ ബാലറ്റിൽ പ്രതിഷേധിക്കില്ലേ? അല്ല, ബാലറ്റിൽ പ്രതിഷേധിക്കുന്നത് പാർട്ടിക്ക് ഗുണമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ അടുക്ക് വന്ന അഭിപ്രായം ചോദിക്കാറുണ്ട്. അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ പറയാറ്, പാർട്ടിക്ക് ഗുണകരമായ തീരുമാനം മാത്രമേ നിങ്ങൾ കൈക്കൊള്ളാവൂ. അതല്ലാതെ പാർട്ടിക്ക് ദോഷം വരുന്ന ഒരു തീരുമാനവും ഒരിക്കലും ഒരു കാലത്തും നിങ്ങൾ എടുക്കാൻ പാടില്ല. പാർട്ടിയാണ് നമുക്ക് വലുത്. പാർട്ടി തീരുമാനം അന്തിമമായ തീരുമാനമായി നിങ്ങൾ മുഖവിലക്കെടുക്കണം എന്ന ഉപദേശമേ ഞാൻ കൊടുക്കാറുള്ളൂ. അല്ല, കെ സുധാകരൻ എപ്പോഴും ഒരു കാഡർ സ്വഭാവമുള്ള നേതാവാണ്.
വളരെ അച്ചടക്കമുള്ള സേനയെ പോലെ. ഇതൊരു കേഡറിന്റെ ഒരു പ്രതികരണമാണ് ഞാൻ ഈ കൊടുത്തത്. അതെ, പക്ഷേ ഇതല്ലാത്ത ഒരു മാസുണ്ട് അങ്ങേക്കൊപ്പമുള്ള. കാരണം എനിക്ക് തോന്നുന്നത് കോൺഗ്രസിലല്ലാത്ത ഒരു വിഭാഗവും അങ്ങേക്കൊപ്പം അനുയായികളുണ്ട്. കണ്ണൂർ സിറ്റിയിൽ പോയാൽ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് പോയാൽ നമുക്ക് കാണാം. അത്തരം ആൾക്കാർക്ക് ഇതൊരു മുറിവേൽപ്പിക്കലാണ്, ഒരു അവഗണിക്കലാണ് എന്ന് തോന്നി പ്രതികരിച്ചാൽ അത് മൊത്തം മുന്നണിയെ ബാധിക്കില്ലേ? ബാധിക്കും. പക്ഷേ അതിനു മുമ്പ് നമ്മൾ പ്രചരണം ചെയ്യും. എല്ലാ ആളുകൾക്കും അതിനുള്ള ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യും. മറ്റൊരു തരത്തിലും തീരുമാനിക്കരുത്, മറ്റൊന്നും ചർച്ച ചെയ്യരുത്, മറ്റൊന്നും തീരുമാനമായി എടുത്ത് പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ നിലവാരം കുറക്കരുത് എന്ന ഒരു സന്ദേശം നമ്മൾ എല്ലാ ഭാഗത്തും കൊടുക്കാറുണ്ട്. അപ്പൊ ശരിക്കും സ്ഥാനാർത്ഥി ആകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കെ സുധാകരൻ പ്രാവശ്യം. അതെ, സത്യമാണ്. ഞാൻ താഴെത്തട്ടിലുള്ള പ്രവർത്തകന്മാരെ ഫോണിൽ ഒരുപാട് ആളുകളെ വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. വിളിച്ച് സംസാരിച്ച് അവരെ പദപ്പെടുത്തിയിട്ടാണ് ഇന്ന് ഈ ഇലക്ഷൻ നമ്മൾ കടന്നുപോയത്. ഈ കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുമ്പോൾ ഇപ്പം MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ അങ്ങയോട് ഒരു അഭിപ്രായമെങ്കിലും ആരാഞ്ഞിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ? അത് അഭിപ്രായം തീരുമാനിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു പേഴ്സണൽ ഇഷ്യൂ അല്ല, അതൊരു പാർട്ടി ഇഷ്യൂ ആണ്. അത് പാർട്ടി തീരുമാനമാണ്. ആ തീരുമാനം എനക്കും ബാധ്യസ്ഥമാണ്. അത് ഞാൻ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ചർച്ച അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പാർട്ടി തീരുമാനം എന്നെ അറിയിച്ചു, ആ തീരുമാനം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു. അതുകൊണ്ട് അങ്ങനെ മുതിർന്ന നേതാവാണ്, ഇവിടെ പാർട്ടി ഉണ്ടാക്കിയ നേതാവാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങേക്കുള്ള ജനസ്വീകാര്യത. സ്വാഭാവികമായും ഹൈക്കമാൻഡ് തലത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ കെ സുധാകരന്റെ അഭിപ്രായം കൂടി മാനിച്ചല്ലേ വേണ്ടത്? അല്ല, എൻ്റെ അഭിപ്രായം ചോദിച്ചിരുന്നു, ഞാൻ അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ആ അഭിപ്രായം പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് അത് സ്വീകാര്യമായില്ല. സ്വീകാര്യമാകാത്തത് കൊണ്ട് ഭൂരിപക്ഷം അഖിലേന്ത്യാ നേതാക്കന്മാരുടെ തീരുമാനമാണ് പ്രാവർത്തികമായത്. അതിനെ ചോദ്യം ചെയ്യാനൊട്ട് വയ്യാതായിരുന്നു. കാരണം ഭൂരിപക്ഷം ആളുകളുടെ തീരുമാനം അങ്ങനെയാവുമ്പോൾ അതിനെ എതിർക്കാൻ നിൽക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് യഥാർത്ഥത്തിൽ എൻ്റെ വഴിയിലേക്ക് ഞാൻ മാറിക്കൊടുത്തു. ഈ ഇത്രയും അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് നേതാവായി അങ്ങേക്ക് എങ്ങനെ സാധിക്കുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ? ഞാൻ എൻ്റെ അച്ചടക്കം തന്നെയാണ് എൻ്റെ ആയുധം. ആ അച്ചടക്കം തന്നെയാണ്. നിങ്ങളിപ്പം പറഞ്ഞതിൻ്റെ കാരണവും അച്ചടക്കം തന്നെയാണ്. അച്ചടക്കമില്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു കോൺഗ്രസ് നേതാവിൽ നിന്നും ഇത്രമാത്രം അച്ചടക്കം പ്രതീക്ഷിക്കാൻ പറ്റില്ല. അല്ല, അത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല. സാധിക്കുന്നവർക്ക് സാധിക്കും. എനിക്ക് സാധിക്കുമായിരുന്നു, അതുകൊണ്ട് എനിക്കത് സാധിച്ചു. മറ്റൊന്ന്, അങ്ങ് വളർത്തിയ കുറേ നേതാക്കളുണ്ട്. അതെ, ആ നേതാക്കളൊക്കെ ഒരു നിർണായക ഘട്ടത്തിൽ കെ സുധാകരനെ പാലം വലിച്ചു എന്നുള്ളതല്ലേ വസ്തുത? പാലമൊന്നും വലിച്ചില്ല. അവർ പ്രകടിപ്പിക്കേണ്ടുന്ന വികാരങ്ങളെല്ലാം നേതാക്കന്മാരുടെ മുമ്പിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ വികാരം നേതാക്കന്മാർ ഷെയർ ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു അപാകത. ഇപ്രാവശ്യത്തെ പട്ടിക നോക്കുമ്പോൾ ഐ ഗ്രൂപ്പ് എന്ന കേരളത്തിലെ പ്രബലമായ, അങ്ങ് പണ്ട് അതിൻ്റെ ഭാഗമായിരുന്നല്ലോ, ലീഡറുടെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗം ഐ ഗ്രൂപ്പ് തന്നെയാണ്. ഐ ഗ്രൂപ്പിലെ പലരുടെയും പേര് പട്ടികയിലില്ല. രമേശ് ചെന്നിത്തലയുണ്ട് പേരിന്, പക്ഷെ അതേ സമയത്ത് നമുക്ക് നോക്കിയാൽ KC വേണുഗോപാലിൻ്റെ ആൾക്കാർ കൂടുതലുണ്ട്. VD സതീശന് അദ്ദേഹത്തിന് വേണ്ടവരും പട്ടികയിലുണ്ട്. അപ്പം കേരളത്തിൽ ഐ ഗ്രൂപ്പ് ഇല്ലാതാവുകയാണ്. അല്ല, ഐ ഗ്രൂപ്പ് ഇല്ലാതൊന്നും ആവൂല. പക്ഷേ സംസ്ഥാന അഖിലേന്ത്യാ തലത്തിൽ ഈ പാർട്ടിയുടെ നേതൃത്വം നിങ്ങൾ പറയുന്ന ഈ വ്യക്തികളുടെയൊക്കെ കൈകളിലാണ്. ഇപ്പോൾ സ്വാഭാവികമായും അവർക്ക് കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നതുകൊണ്ട് അവരോടൊപ്പം അവരുടെ വികാരത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ കൂടുതൽ വന്നിട്ടുണ്ട് എന്നതാണ് സത്യം. അത് ഗുണം ചെയ്യും? അത് ഗുണം ചെയ്യില്ല. പക്ഷേ അത് പരസ്പരം പറഞ്ഞ് സംസാരിച്ച് ആ വിഷയം തീർക്കേണ്ടതാണ്. അതിനുള്ളൊരു ഇനീഷ്യേറ്റീവ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. ഈ പട്ടിക വൈകിയത് തന്നെ യഥാർത്ഥത്തിൽ നേരത്തെ ഒരു മുന്നൊരുക്കം നടത്തി അങ്ങയോട് പോലും നേരത്തെ സംസാരിച്ച് പ്രതീക്ഷ നൽകാതെ ആദ്യമേ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നു. മുൻകൂട്ടി പറഞ്ഞിരുന്നുവെങ്കിൽ അത് ഒരു ചർച്ച വെച്ചാൽ മതിയായിരുന്നു. ആ ചർച്ച വെച്ച് ഞങ്ങളെപ്പോലുള്ള എല്ലാ ആളുകളെയും വിളിച്ചിരുത്തി ആ ചർച്ചയിൽ ഞങ്ങളെ പങ്കാളികളാക്കിയിരുന്നുവെങ്കിൽ അതിൻ്റെ ഗുണവും ദോഷവും നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കിക്കുമായിരുന്നു. അതിനൊരു അവസരം നമുക്ക് കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും മുതിർന്ന നേതാക്കൾ, മുൻ PCC പ്രസിഡന്റുമാരെ പോലും ഉൾപ്പെടുത്തിയ ഒരു ചർച്ചയില്ലാത്തത്? അല്ല, അത് അവരുടെ ഒരു നേതൃത്വത്തിൻ്റെ ഒരു ലാക്ക് ഓഫ്. മറ്റൊന്ന്, ഇനി നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 10 വർഷം പിണറായി ഭരിച്ചു കഴിഞ്ഞു. ഒരു ഭരണമാറ്റം അനിവാര്യമാണ് എന്ന് കോൺഗ്രസും UDF-ഉം തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും. എന്താണ് സാധ്യതകൾ? സാധ്യതകൾ നല്ല സാധ്യതകളാണ്. കാരണം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണം കേരളത്തിലെ ജനങ്ങളെ മടുപ്പിച്ചിരിക്കുന്നു. 10 വർഷക്കാലമായി ഇവിടെ ഭരിക്കുന്നു. ആ ഭരണത്തിൻ്റെ അകത്ത് കേരളത്തിലെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സാധിക്കാത്തൊരു ഗവൺമെൻറ്റായി ഈ ഗവൺമെൻറ് മാറിയിരിക്കുന്നു. സാമ്പത്തികമായാണെങ്കിൽ ഈ സംസ്ഥാനത്ത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് നമ്മൾ വളരെ ക്ഷീണിതരാണ്. അതുപോലെ എല്ലാ തലങ്ങളിലും നമ്മൾ പിറകോട്ട് നിൽക്കുകയാണ്. ആ പിറകോട്ട് നിൽക്കുന്ന ഈ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിൽ നമുക്ക് മുതലെടുക്കാവുന്നതാണ്.
അത് മുതലെടുത്താൽ നമുക്ക് രാഷ്ട്രീയത്തിൽ മുമ്പോട്ട് വരാൻ സാധിക്കും. അല്ല, അതിനായുള്ള ക്യാമ്പയിൻ തയ്യാറായി കഴിഞ്ഞു. കാരണം അതായത് പാർട്ടി ആലോചിക്കുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഞാൻ ഇന്നലെ അത് അന്വേഷിച്ചപ്പോൾ അതിനൊരു ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരത് ഉണ്ടാക്കി ചർച്ച നടത്തി അതിൻ്റെ പരിഹാരമാർഗം അവർ കണ്ടെത്താൻ പോവുകയാണ്. വൈകിപ്പോയില്ലേ? ഇത്തിരി വൈകിപ്പോയി എന്നാണ് എനിക്കും അഭിപ്രായം. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അല്ല, ഇനിയില്ല. ഇനിയിപ്പോൾ ഈ സമയമുണ്ടല്ലോ, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ സമയമുണ്ടല്ലോ. ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ, ഡോർ ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ, ഡോർ തുറന്നു വെച്ചിരിക്കുകയല്ലേ. ഈ മറ്റൊന്ന്, CPM-ൽ സമീപകാലത്തില്ലാത്ത വിധത്തിൽ CPM-നകത്തു നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. അതെ. G. സുധാകരൻ, ഐഷ പോറ്റി, അതെ, അത് കഴിഞ്ഞ് TK ഗോവിന്ദൻ, ഇങ്ങനെ നീണ്ട നിര കിടക്കുകയാണ്. ഇതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പൊളിറ്റിക്കലി എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്? സാധിച്ചിട്ടില്ല, ഇതുവരെ സാധിച്ചിട്ടില്ല. സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള ഒരു തുടക്കം കുറിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഇന്ന് രാവിലെ കിട്ടിയ വിവരം. അല്ലാതെ അപ്പോൾ പൊളിറ്റിക്കൽ ഡിസിഷൻ, ഇപ്പോൾ താങ്കൾ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വളരെ ഡൈനാമിക്കായി ഓരോ കാര്യങ്ങളിലും അപ്പം മറുപടി കൊടുക്കുമായിരുന്നു. നിങ്ങൾ പോകേണ്ടടുത്ത് നേരിട്ട് പോകുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. അത് ആ ഡൈനാമിസം എന്താണ് നഷ്ടപ്പെടുന്നത്? അത് ഡിപ്പെൻസ് ഓഫ് പേഴ്സണാലിറ്റി. പക്ഷേ അങ്ങയുടെ ശിഷ്യന്മാരാണ് നയിക്കുന്നത്. PCC പ്രസിഡന്റ് അങ്ങയുടെ ശിഷ്യനാണ്. DC പ്രസിഡന്റൊക്കെ നന്നായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിലും നൽകുന്നതിലും, കാരണം അങ്ങേപ്പോലുള്ള ആൾക്കാർ ഇതേ പരാതി പല മുൻ PCC പ്രസിഡന്റുമാരും പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മുതിർന്ന നേതാക്കളിൽ നിന്നും സ്വീകരിക്കാൻ ഇപ്പോഴത്തെ ലീഡർഷിപ്പിന് ഭയങ്കര മടിയാണ്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പരസ്പര ധാരണയിൽ, പരസ്പര ചർച്ചയിൽ സ്വാഭാവികമായും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് ഉയർന്നു വരും. നമ്മളൊരു ഇരുന്നൊരു ചർച്ച നടത്തിയാൽ മതി. ആ ചർച്ചയിലൂടെ തന്നെ നമുക്ക് എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടും. ആ കിട്ടിയാൽ അത് കയ്യിലെടുത്താൽ മതി. അതിലൊന്നും വേറെ പ്രശ്നങ്ങളില്ല, അതിനൊന്നും വേറെ തടസ്സങ്ങളില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളൊക്കെ അങ്ങനെയാണ് സാധാരണഗതിയിൽ. വൈകുന്നേരം ഒന്ന് ഇരിക്കും, നമ്മളൊരു വിഷയം ഇരിക്കുമ്പോൾ നമ്മൾ പരസ്പരം ചർച്ച ചെയ്യും. അപ്പോൾ നാളത്തെ ഒരു വിഷയം, ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയിൽ നമുക്ക് എടുക്കേണ്ടുന്ന പോയിന്റ്സ് നമുക്ക് മനസ്സിൽ വെച്ചാൽ മതി. അതങ്ങനെ തന്നെ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതും അതെ അങ്ങനെ തന്നെയാണ്. അതിലൊന്നും തർക്കമൊന്നുമില്ല. അതുകൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങളുമില്ല വരാൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് വന്നൊരു ആരോപണം BJP-യും CPM-ഉം തമ്മിൽ കേരളത്തിൽ ഡീലുണ്ട് എന്നുള്ളതാണ്. BJP-യും CPM-ഉം തമ്മിൽ 10 സീറ്റിൽ ഡീലുണ്ട് എന്നുള്ള നിലയിലുള്ള ധാരണ ഉണ്ടായിരിക്കുന്നതാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അങ്ങയുടെ ഒരു നിരീക്ഷണം എങ്ങനെ? അല്ല, 10 സീറ്റിൽ എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും അവർ തമ്മിലൊരു ഡീൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത് പല വിഷയങ്ങളിലും അതൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പല വിഷയങ്ങളിലും അവരുടെ പിന്തുണ CPM-ന് അവർ BJP കൊടുത്തിട്ടുണ്ട്. BJP-യുടെ പല താല്പര്യങ്ങളും CPM സംരക്ഷിച്ചിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ UDF-ന് ഭരണത്തിലേക്ക് തിരിച്ചു വരും? അല്ല, അത് വരും. അങ്ങനെയൊന്നും മുഴുവൻ കയ്യിലൊതുക്കാൻ ഈ മുന്നണിക്ക് സാധിക്കില്ല. ആ ഒരു ധാരണക്ക് സാധിക്കില്ല. കാരണം അതിന് ജനങ്ങളില്ല. അത് BJP-യുടെ ആളുകളായാലും CPM-ൻ്റെ ആളുകളായാലും അതിലത്രയും ആളുകൾ അതിനനുകൂലമാകില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കുറപ്പാണ്. അതുകൊണ്ട് മേലോട്ട് പോകാനൊന്നും സാധിക്കില്ല. തൽക്കാലത്തേക്ക് ഒരു വിഷയത്തിനകത്ത് അവർ സേവ് ചെയ്തങ്ങ് പോവും എന്നല്ലാതെ മൊത്തം അതങ്ങ് കൈയടക്കി പോകാനുള്ള താല്പര്യങ്ങൾ അവർ കാണിച്ചാൽ പോലും അത് നടപ്പിലാവില്ല കേരളത്തിൽ എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ എന്ത് കോൺഫിഡൻസിലാണ് പിണറായി വിജയൻ മൂന്നാം തുടർ ഭരണം ഉറപ്പാണെന്ന് പറയുന്നത്? അത് അദ്ദേഹത്തിന് പറയണം. അത് അദ്ദേഹത്തിൻ്റെ പറയേണ്ടത് ഉത്തരവാദിത്തമാണ്, കാഴ്ചപ്പാടാണ്, ഉത്തരവാദിത്തമാണ്. ഞാൻ ഇനിയും ചെയ്യിക്കുന്നല്ലാതെ ഞാൻ ഇനി മത്സരിക്കില്ല, ഞാൻ തോറ്റുപോകുന്ന ആരെങ്കിലും പറയുമോ? ആരും പറയില്ല. അത് രാഷ്ട്രീയത്തിലെ ഒരു സാധാരണഗതിയിലുള്ള ഒരു ഗതിയാണ്, ഒരു വിശ്വാസമാണ്. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനായാലും അങ്ങനെ ചെയ്യുള്ളൂ. പിണറായി വിജയൻ മാത്രമല്ല, ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. ഞാനൊക്കെ ഭാവി ഉണ്ട് എന്നല്ലാതെ ഭാവി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇന്നലെ പിണറായി വിജയൻ താങ്കളെ അഭിനന്ദിച്ചിട്ടുണ്ട്. ശ്രദ്ധയപ്പെട്ടോന്ന് അറിയില്ല. ഒരു നല്ല കോൺഗ്രസ് പ്രവർത്തകൻ, നേതാവിന്റെ നിലപാടാണ് സുധാകരൻ എടുത്തത്. അത് അഭിനന്ദനാർഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടായിരിക്കും പിണറായി നിങ്ങളെ അഭിനന്ദിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത് കിട്ടുന്നത്. പഴയ സുഹൃത്തുക്കളാണല്ലോ. പഴയ സുഹൃത്തുക്കളും നമ്മളായിട്ടില്ല. നമ്മൾ വളരെ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് പക്ഷെ എങ്കിൽ പോലും വ്യക്തിപരമായ ഒരു വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ആ വ്യക്തിത്വം ഞാൻ എന്നും ആരെയും ഞാൻ അത് അംഗീകരിക്കാറുമുണ്ട്. അതിലൊന്നാണ് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം. അല്ല, അദ്ദേഹം ഈ അഭിനന്ദനം പറഞ്ഞതിനെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിന് നന്ദി ഞാൻ പറയും. രണ്ടാമത്തെ കാര്യം, നമുക്ക് അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. കേരളത്തിലൊരു തുടർ ഭരണത്തിനുള്ള സാധ്യതയാണ് LDF പറയുന്നത്. അതിനെ തടയിടാൻ പറ്റുന്ന ക്യാമ്പയിനിലേക്ക് UDF എത്തിയോ? ഇനി എത്രമാത്രം എത്താനുണ്ട്? എത്തും. എല്ലാ പ്രശ്നങ്ങളിലും നമ്മളിപ്പം കൈവച്ചാൽ അടിയന്തരമായിട്ട് നമ്മൾ അവിടെ എത്തും. അവസാനത്തെ കാര്യം, K. സുധാകരൻ എന്ന നേതാവ്, ആ നേതാവിൻ്റെ രാഷ്ട്രീയ ഭൂമിക ഇനി എങ്ങോട്ടായിരിക്കും, എങ്ങനെയായിരിക്കും? രണ്ടാമത്തെ കാര്യം, ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ താങ്കളോട് നേരത്തെ I will consider you എന്ന് രാഹുൽ ഗാന്ധി നിങ്ങളോട് നേരിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ പട്ടിക വന്നപ്പോൾ അതുണ്ടായിട്ടില്ല.
എന്തായിരിക്കും കെ സുധാകരൻ്റെ ഇനിയുള്ള രാഷ്ട്രീയ യാത്ര? അല്ലാതെ അഖിലേന്ത്യാ തലത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാഴ്ചപ്പാടുകൾ എന്ത് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇനി അവരെ കാണാൻ അവർ പറഞ്ഞിട്ടുണ്ട്, സത്യത്തിൽ എല്ലാവരും പിന്നെ അദ്ദേഹം എൻ്റെ വളരെ സ്നേഹപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ വരാൻ പോകുമ്പോൾ എനിക്ക് അഖിലേന്ത്യാ പ്രസിഡന്റ് കാർഗേജി എന്നെ വിളിച്ചിട്ടുണ്ട് പറഞ്ഞിരുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് യു കം ആൻഡ് മീറ്റ് മീ, യു ഹാവ് ടു ഡിസ്കസ് സംതിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഞാനൊരു 5 ദിവസം കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും, കണ്ട് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അതായത് കേരള രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ്, ഡൽഹിയിലെ തണുപ്പിൽ കെ സുധാകരൻ നിൽക്കേണ്ടതില്ല, തിരിച്ചുവരവ് ആണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത്, അതിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്? പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ വന്നാൽ അത് സ്വീകരിക്കും എന്നുള്ളതാണ്. ഞാൻ സ്വീകരിക്കും, അതിന് സ്വീകരിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് കുറച്ചുകൂടി വ്യക്തതയിലാണ്. അങ്ങ് ഒരു ചടുലനായ KPCC പ്രസിഡന്റായിരുന്നു, വളരെ പൊടുന്നനെയായിരുന്നു മാറ്റം. അതെ, ആ മാറ്റം ഉണ്ടാക്കിയ മാനസിക പ്രയാസം സ്വാഭാവികമായി അടുത്തറിയുന്ന ഒരാൾ ആണ് ഞാൻ. വീണ്ടും അങ്ങ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അമരത്തേക്ക് എത്തേണ്ടതല്ലേ, എത്തുമോ? എത്തണമെന്ന് അങ്ങനെ ഒരു കമ്പൽഷനൊന്നുമില്ല. അത് പാർട്ടി തീരുമാനിക്കുന്നതാണ് എൻ്റെ വിധി. ആ പാർട്ടി തീരുമാനിക്കുന്നത് എന്താണോ ആ വിധി ഞാൻ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പാർട്ടിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയില്ല? ഒന്നുമില്ല, മറ്റൊന്നുമില്ല. അങ്ങയുടെ ആഗ്രഹം എന്താണ്? എൻ്റെ ആഗ്രഹം പാർട്ടി പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാലും പാർട്ടിക്ക് മുമ്പിൽ ഒരു ചോയ്സ് ഉണ്ടല്ലോ. ചോയ്സിൻ്റെ പാർട്ടി പറഞ്ഞോട്ടെ, ആ ചോയ്സ് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നത് അർത്ഥമില്ലല്ലോ. ഞാൻ പറയുമ്പോൾ അത് എൻ്റെ വാദഗതിയായി പോവില്ലേ? ഓക്കെ, അവസാനമായി അങ്ങയുടെ അനുയായികളോട്, പ്രേക്ഷകരോട് പറയാനുള്ളത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെ, എൻ്റെ അനുയായികളൊക്കെ എന്നിൽ ആത്മവിശ്വാസം പകർന്ന ആളുകളാണ്, എനിക്ക് പ്രോത്സാഹനം തരുന്നവരാണ്. ആ പ്രോത്സാഹനം എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. ആ ഉപകാരത്തിന് എൻ്റെ കുട്ടികളോട് നന്ദി പറയുന്നു ഞാൻ. താങ്ക് യു. എല്ലാവിധ ആശംസകളും. അങ്ങ് രാഷ്ട്രീയത്തിൽ സജീവമായി തുടരുക. ഓക്കെ.